എപ്പോഴും ആലോചിക്കാറുള്ളത് ആൾക്കാർ എങ്ങനെയൊക്കെയല്ലേ ട്രാവൽ ചെയ്യുന്നത്. അതായത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഹു ട്രാവൽ ഫോർ ലക്ഷറി, അതായത് അങ്ങനെ ട്രാവൽ ചെയ്യുന്നതല്ല, ബട്ട് റിയൽ എസൻസ് ഓഫ് ട്രാവൽ ഐ മീൻ ഐ കൻ നോട്ട് സേ ദാറ്റ്. കാരണം ഓരോരോ ആൾക്കത് ഓരോ രീതിക്കാണ്, അത് പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ ആഗ്രഹം എങ്ങനെയാണ് അറിയോ, ഒരു സ്ഥലത്ത് നിന്ന് അവരെ അറിഞ്ഞ് ലോക്കലായിട്ട് ട്രാവൽ ചെയ്യണം റാദർ ദാൻ എ ടൂറിസ്റ്റ്. അവിടുത്തെ കൾച്ചർ അറിഞ്ഞ് അവിടുത്തെ റിയൽ ഫുഡ് എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലുള്ള ഫേമസ് സാധനം അങ്ങനെയല്ല, നമ്മുടെ ലോക്കൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെയൊക്കെ ഫുഡില്ലേ, അപ്പോൾ അവരുടെ ലോക്കൽസിൻ്റെ കൂടെ സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ സമയപരിധികൾ കാരണം ഇതൊന്നും പറ്റാറില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്ത കുട്ടി, ലൈക്ക് ക്ലൈമറ്റ് അവയർനെസ്, അവൻ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു നടത്തമാണ്. ഓക്കെ. അതേപോലെ ഇപ്പം ഞാൻ കണ്ട ഈ സ്വീഡനിലുള്ള കുട്ടി, അവൾ ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച്, ഞാൻ ചോദിച്ചു ഹൗ ഡു യു മാനേജ് യുവർ ഫിനാൻസസ് വൈൽ ട്രാവലിംഗ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സേവിങ്സ് വെച്ചിട്ടാണ് ലൈക്ക് ഷീ ഈസ് വേസ്റ്റിംഗ് ഓൺ ദാറ്റ് മണി എന്ന് അവൾ ലിറ്ററലി അതാ പറഞ്ഞത്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് ആഫ്റ്റർ ഓൾ യുനോ. കാരണം നമുക്ക് പൈസ അതാണ് റിച്ച് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചിലരുണ്ട്, എനിക്കറിയുന്ന പല ആൾക്കാരുണ്ട്, അവരിങ്ങനെ ഭയങ്കര സേവ് ചെയ്ത് ഭയങ്കര ഒരിതുണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യത്തുള്ളൂ. ബട്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ മാക്സിമം എന്താ പറയുക, ഇതായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യുക, അല്ലാത്ത സ്ഥലങ്ങളിൽ ചിലവ് ചുരുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ബ്ലൂ ഗ്രോത്തോ പോകണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ലെമൺ സോർബെ കഴിക്കണം എന്നുള്ളത് ആഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അതേസമയം ഇപ്പം എനിക്ക് നോർമൽ ഫുഡ് കഴിക്കണമെങ്കിൽ എനിക്ക് വേറെ പല ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, എക്സ്പെൻസീവ് അല്ലാത്ത പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, അത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞത് നമ്മൾക്ക് എന്തിന് സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് ട്രാവലിന് സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ചിലർക്ക് ഹോസ്റ്റലൊന്നും പറ്റത്തില്ല, പ്രൈവറ്റ് റൂമിൽ തന്നെ വേണം, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാം. അതേസമയം എനിക്കെന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് ജസ്റ്റ് ഉറങ്ങാനും ഫ്രഷ്നപ്പ് ആവാനും ഒരു സ്ഥലം വേണം. അപ്പോൾ എനിക്ക് പ്രൈവറ്റ് റൂം എടുക്കുന്നതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, എനിക്ക് കൈൻഡ് ഓഫ് നഷ്ടം തന്നെയാണ്. കാരണം ഉറങ്ങാൻ വേണ്ടി മാത്രം മോസ്റ്റ്ലി ഞാൻ പോവാ റൂമിൽ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന്, ഐ മീൻ ഇന്ത്യൻസിനെ എവിടെ പോയാലും കണ്ടിട്ടുണ്ട് കേട്ടോ, എവിടെ ട്രാവൽ ചെയ്താലും ഇന്ത്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെയാണ് ജർമ്മൻസിനെ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം തന്നെ ഞാൻ ഫസ്റ്റത്തെ ഹോസ്റ്റലിൽ അർജൻറ്റീന, മെക്സിക്കോ, ജർമ്മൻസ് അങ്ങനെ കുറേ പേരെ കണ്ടു. ഇന്ത്യൻസിനെ മീറ്റ് ചെയ്തു. ഇറ്റാലിയൻസ് ഞാൻ ആക്ച്വലി വളരെ കുറച്ചേ മീറ്റ് ചെയ്തിട്ടുള്ളൂ.